ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. ദൈവജനമായി നാം വിശ്വാസത്തിൽ ആഴപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 5 അപ്പം 5000 പങ്കുവച്ച ക്രിസ്തു അതിനുശേഷം ചെയ്യുന്ന പ്രവൃത്തി ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ കാണുന്നു. യേശു ശിഷ്യന്മാരെ മറുകരയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടിട്ട് മലമുകളിൽ പോയി അവൻ പ്രാർത്ഥനയിലായിരിക്കുന്നു. പ്രാർത്ഥനയ്ക്കിടയിൽ യേശു അറിയുന്നത് എന്തെന്നോ, ശിഷ്യന്മാർ ഒരു പ്രതിസന്ധിയിലാണെന്നും അവർ വഞ്ചി തുഴഞ്ഞ് വലിയ സങ്കടകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ് എന്ന് തിരിച്ചറിയുന്ന യേശു രാത്രിയുടെ 4-ാം യാമത്തിൽ കടലിന് മീതെ നടന്ന് അവരെ ആശ്വസിപ്പിക്കുവാൻ അടുത്തെത്തുന്നു. എന്നാൽ പരിഭ്രാന്തരായ ശിഷ്യന്മാർ ഇതാ ഭൂതം എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. അപ്പോൾ യേശു അവരോട് സംസാരിക്കുന്നുണ്ട്. ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കൂ, ഇത് ഞാനാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്കിടയിലാണ് നമുക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ രൂപവും ഭാവവും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്. ഒരുപക്ഷെ നാം ദൈവത്തെ പോലും ചോദ്യം ചെയ്തു പോകുന്ന അനുഭവം അപ്പോഴാണ്. എവിടെയാണ് എൻ്റെ ദൈവം എന്ന് ചോദിച്ചു പോകുന്ന നിമിഷം. സത്യത്തിൽ നമ്മുടെ കൺമുമ്പിൽ പ്രതിസന്ധികൾക്കപ്പുറം ഒരു ദൈവം നമുക്ക് വേണ്ടി പ്രത്യാശയോടുകൂടി കാത്തിരിപ്പുണ്ട്, സഹായിക്കുവാൻ ഒരുക്കമായിട്ടുണ്ട്, രക്ഷയിലേക്ക് നയിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സങ്കടങ്ങളും പരിഭവവും അസ്വസ്ഥതയും സംശയവും ദൈവത്തിൻ്റെ മുഖം കാണാൻ കഴിയാത്ത വിധം മൂടപ്പെട്ടിരിക്കുന്നു. ഇതാണ് സത്യം. ആ സത്യത്തെയാണ് ഇന്ന് സുവിശേഷം വരച്ചു കാണിക്കുക. മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. 5 അപ്പം അവൻ്റെ കരങ്ങളിലേക്ക് നൽകിയപ്പോൾ അത് മുറിച്ച് നൽകി 5000 ഭക്ഷിച്ച് 12 കുട്ട ബാക്കി ശേഖരിച്ചത്. എന്നിട്ട് പോലും അവർ ക്രിസ്തുവിൻ്റെ ബലങ്ങളെ സംശയിച്ചു പോയി, ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ അവിശ്വസിച്ചു പോയി, ഇത് അഭൂതം എന്ന് പറഞ്ഞ് നിലവിളിച്ചു പോയി. പ്രിയ ദൈവമക്കളെ, ക്രിസ്തുവിനോടൊപ്പം അനുയാത്ര ചെയ്ത ശിഷ്യന്മാർക്ക് പോലും വിശ്വാസത്തിൻ്റെ ബലങ്ങളിൽ സംശയം തോന്നിയെങ്കിൽ അത് അസ്വസ്ഥതയുടെ നിമിഷങ്ങളിലായിരുന്നു, അവിടെ ജീവിതത്തിൻ്റെ സങ്കടകരമായ പ്രതിസന്ധിയുടെ നിമിഷങ്ങളിലായിരുന്നു. ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അപ്രകാരമുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. എന്നാൽ യേശു പറയുന്നു, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കും, ഇത് ഞാനാണ്. അതെ, നിന്റെ ഈ സങ്കടങ്ങളിൽ, ഈ പ്രയാസത്തിൽ, നിന്റെ ദുഃഖദുരിത അനുഭവങ്ങളിൽ നീ ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. നിന്റെ ദുഃഖത്തിൽ ഞാൻ കൂടെയുണ്ട്. നമ്മുടെ സങ്കടക്കടലിൽ കൂടെയുള്ള ഒരു ദൈവം നമ്മോടൊപ്പം ഉള്ളപ്പോൾ നാം എന്തിനാണ് ഭയപ്പെടേണ്ടത്? നമ്മുടെ ദൈവം ഇമ്മാനുവലാണ്, അവൻ നമ്മെ കടന്നു പോവുകയില്ല. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.